പാർശ്വഫലങ്ങളുണ്ടെന്ന പരാതികൾ വ്യാപകമാകുന്നതിനിടെ കോവിഡ് വാക്സിൻ പിൻവലിച്ച നിർമ്മാണ കമ്പനിയായ ആസ്ട്രാസെനെക്ക ഉൽപാദനവും വിതരണവും പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതായി കമ്പനി അറിയിച്ചു. മാർക്കറ്റിൽ അവശേഷിക്കുന്ന സ്റ്റോക്ക് തിരിച്ചെടുക്കാനും തീരുമാനമായിട്ടുണ്ട്. MG മിഥുനാണ് വിവരങ്ങളുമായി ചേരുന്നത്. മിഥുൻ, വലിയ ആശങ്ക ഈ കുറ്റസമ്മതം നടത്തിയ സമയത്ത് തന്നെ ആളുകളിലുണ്ടായിരുന്നു, ഈ വാക്സിൻ സ്വീകരിച്ചിരുന്നവരിലുണ്ടായിരുന്നു. രക്തം കട്ട പിടിക്കുന്നതിന് കാരണമാകുന്ന അവസ്ഥയിലേക്കൊക്കെ ഈ വാക്സിൻ എടുത്തവർക്ക് പോകേണ്ടി വരുമെന്നൊക്കെയുള്ള വലിയ വാർത്തകളുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ സ്റ്റോക്ക് പിൻവലിക്കുകയാണ്. എന്താണ് അവർ പറയുന്നത്? ശ്രുതി, തീർച്ചയായും ഒടുവിൽ ഇപ്പോൾ ആസ്ട്രാസെനെക്ക അവരുടെ കമ്പനിയുടെ നിർമ്മാണത്തിൽ ഇറക്കിയിരുന്ന വാക്സിനുകളെല്ലാം തന്നെ പിൻവലിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അതായത് നേരത്തെ 51 പേർക്ക് പാർശ്വഫലങ്ങളുമായും ഒപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന പരാതി UK നിന്നാണ് ഉയർന്നു വരുന്നത്. അവിടെ നിന്ന് പിന്നീട് UK കോടതിയിൽ ഈ ഒരു കേസ്, ഹൈക്കോടതിയിലേക്ക് ഈ കേസ് വന്നതിന് പിന്നാലെ ഈ കമ്പനി തന്നെ ആസ്ട്രാസെനെക്ക അധികൃതർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്, ഇത് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതായി അവർ തന്നെ കുറ്റസമ്മതം നടത്തുകയായിരുന്നു കോടതിയിൽ. പിന്നീടാണിത് വലിയ വിവാദമായി മാറുകയും ചെയ്യുന്നത്. ഇന്ത്യയിലടക്കം ഏറ്റവും അധികം പേർക്ക് ഈ കമ്പനിയുടെ ആസ്ട്രാസെനെക്ക കമ്പനിയുടെ നിർമ്മിച്ച കോവിഷീൽഡ് വാക്സിൻ ആയിരുന്നു നൽകുകയും ചെയ്യുന്നത്. അത് വലിയ ആശങ്കയ്ക്കിടയാക്കുകയും ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കമ്പനി പുറത്തിറക്കിയിട്ടുള്ള വാക്സിനുകളെല്ലാം തന്നെ പിൻവലിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ അവർ പ്രധാനമായും പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് വാണിജ്യപരമായിട്ടുള്ള കാരണമാണ് ഈ തീരുമാനത്തിലേക്ക് നയിച്ചിരിക്കുന്നത്, മറ്റു കാരണങ്ങളല്ല എന്നുള്ളൊരു വിശദീകരണമാണ് കമ്പനിയുടെ ഭാഗത്തുനിന്നും വരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ 51 പേർക്കുള്ള കേസ് ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഈ വാക്സിൻ കയറ്റുമതി ചെയ്തിട്ടുള്ള പല രാജ്യങ്ങളും ഇതിനോടകം തന്നെ ഇത് നിരോധിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ നിലവിൽ സ്റ്റോക്കുകളുള്ള, അതായത് പല രാജ്യങ്ങളിലും നിലവിൽ ഈ കമ്പനിയുടെ പേരിലുള്ള പല വാക്സിനുകളും നിലവിൽ ലഭ്യമാണ്, വിപണിയിൽ ലഭ്യമാണ്. ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ പിൻവലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും കമ്പനി നൽകിയിട്ടുണ്ട്. അത് പിൻവലിക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കോവിഷീൽഡ് പാർശ്വഫലം ഉണ്ടാക്കുന്നതായി കമ്പനി തന്നെ അറിയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് വലിയ ആശങ്കയ്ക്ക് തന്നെയാണ് ഇടയാക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് നിലവിൽ ഇത് പിൻവലിക്കുന്നത് എന്നുള്ള വിശദീകരണമാണ് കമ്പനിയുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. ശരി മിഥുൻ, എന്തായാലും ഉൽപാദനവും വിതരണവും പൂർണ്ണമായും ആസ്ട്രാസെനെക്ക നിർത്തിവെച്ചിരിക്കുന്നതാണ്, അവസാനിപ്പിക്കുന്നതായാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്.